Welcome back to CS Bits, the complete IT solution education channel. +1 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ IT ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്താ എന്നും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്ന് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT, രണ്ട് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ICT. IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് ഡേറ്റകൾ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗത്തിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുക. അതായത് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റകളും അല്ലെങ്കിൽ ഇൻഫർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇനി ICT എന്താണെന്ന് നോക്കാം. ICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ITയുടെ ഒരു എക്സ്റ്റൻഷനാണ്. അതായത് ഈ ITയിൽ കൂടെ ഒരു ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ അവിടെ ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയും അതിൻ്റെ കൂടെ ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ICT ആയി. അപ്പോൾ ഇവിടെ ഈ കമ്പ്യൂട്ടേഴ്സ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇൻ്റർനെറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചും കൊണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ICT എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അല്ലെങ്കിൽ ICTയുടെ കോമൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ടും വരുന്ന ഒരു 5 ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. ഈ 5 കോൺസെപ്റ്റാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. നമുക്ക് 5 കോൺസെപ്റ്റുകൾ ഏതൊക്കെ അല്ലെങ്കിൽ 5 ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ICT ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന 5 ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഗവർണൻസ്, ബിസിനസ്, ലേണിംഗ്, ICT ആപ്ലിക്കേഷൻസ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ICT എനേബിൾഡ് സർവീസസ്. ഇവിടെ ഗവർണൻസ്, ബിസിനസ്, ലേണിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എന്നാണ് അർത്ഥം. ഇലക്ട്രോണിക് ഗവർണൻസ്, ഇലക്ട്രോണിക് ബിസിനസ്, ഇലക്ട്രോണിക് ലേണിംഗ്, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഗവർണൻസ് ആണ്. ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്യുവർ ഗവൺമെൻറ്റിൽ നിന്നുള്ള സർവീസുകൾ വളരെ സുതാര്യമായ രീതിയിൽ, ഇടനിലക്കാരൊന്നും ഇല്ലാണ്ട് വളരെ സുതാര്യമായ രീതിയിൽ നമ്മളെപ്പോലെയുള്ള നോർമൽ സിറ്റിസൺസിന് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗവർണൻസ് എന്ന് പറയുന്നത്. ഗവർണൻസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പബ്ലിക്കും നമ്മളെപ്പോലെയുള്ള സിറ്റിസൺസും തമ്മിലുള്ള അകലം കുറയ്ക്കുക. അതായത് ഗവൺമെൻറ്റിൽ നിന്നുള്ള സർവീസുകൾ നേരിട്ട് നമ്മളെപ്പോലെയുള്ള ആളുകളിലേക്ക് എത്തിക്കുക. അതിന് കുറച്ച് എക്സാമ്പിളുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള വല്ല സർവീസുകളും, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, നമുക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ഒരു ജാതി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാനുവലി നമ്മൾ അവിടെ വില്ലേജിൽ പോയിട്ട് നേരിട്ടൊരു ഫോമെല്ലാം ഫില്ല് ചെയ്ത് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കും. അവിടെ വില്ലേജ് ഓഫീസർ ഉണ്ട്, അതല്ല അതിന് അധികാരപ്പെട്ട ആളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. ഇനിയല്ല അവർ ലീവിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്കിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിട്ട് പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് അവിടുത്തെ ഒരു സ്റ്റാഫ് വാങ്ങിച്ചു വെച്ച് നമ്മളോട് വേറൊരു ദിവസം വരാൻ പറയും. അപ്പോൾ ഒരുപാട് സമയനഷ്ടമാണ്. അതുപോലെ തന്നെ ഇടനിലക്കാർ ഇപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, വില്ലേജ് ഓഫീസിൻ്റെയൊക്കെ മുമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേറ്റർ ഉണ്ടാവും. അവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്താലാണ് നമുക്ക് ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ തരുള്ളൂ. അപ്പോൾ അങ്ങനെ ഇടനിലക്കാരനെയൊക്കെ ഒഴിവാക്കുകയാണ് ഗവർണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റാണ്. വില്ലേജുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിലും
ഏത് ലൊക്കേഷനിൽ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ അവർ ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്ത് ഓൺലൈനായിട്ട് തന്നെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്തരം ഗവൺമെൻറ്, അതുപോലെ തന്നെ നമുക്കറിയാം ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഈ ഫൈൻ ഈടാക്കുന്നതും മോട്ടോറിൻ്റെ പോളിസി അതായത് നമ്മുടെ ടാക്സ് അടയ്ക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ റിന്യൂവൽ ചാർജ് അടയ്ക്കുന്നതും അതുപോലെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ ഈ സൈറ്റുകൾ തന്നെ ഗവൺമെൻറ് സൈറ്റുകളായിട്ടുള്ള ഈ ഡിസ്ട്രിക്റ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റുകൾ അതിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനൊക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിൽ നിന്നുള്ള സൈറ്റുകളെല്ലാം നമുക്ക് പബ്ലിക്കിന് യൂസ് ചെയ്യാൻ തരത്തിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ഈ PSC സൈറ്റുകളൊക്കെ, PSC ഒക്കെ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ PSC ഒക്കെ നമ്മൾ മാനുവലി ഫോമെല്ലാം എഴുതി ഉണ്ടാക്കി നമ്മൾ ആപ്ലിക്കേഷൻസ് അയക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഗവൺമെൻറ്റിൽ നിന്നുള്ള ഏത് ഒരു അനൗൺസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അറിയിപ്പാണെങ്കിൽ നമുക്ക് അപ്പോഴേക്കപ്പോഴേ വെബ്സൈറ്റുകൾ വഴി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ നേരിട്ട് വളരെ കൺവീനിയൻ്റായ രീതിയിൽ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ഇടനിലക്കാരൊന്നുമില്ലാണ്ട് നമ്മളെപ്പോലെയുള്ള സിറ്റിസൺസിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ഗവർണൻസ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഗവർണൻസിൻ്റെ 4 ടൈപ്പിലുള്ള ഇൻട്രാക്ഷൻസ് ആണ്. 4 ടൈപ്പിലാണ് ഗവൺമെൻറ്റുകളും ഡിഫറെൻറ്റ് ലെവലിലുള്ള ആളുകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവിടെ ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. 4 ടൈപ്പിലുള്ള ഇൻട്രാക്ഷൻസ് ആണുള്ളത്. ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ G2G എന്ന് പറയും. ഗവൺമെൻറ് ടു സിറ്റിസൺസ് അല്ലെങ്കിൽ G2C, ഗവൺമെൻറ് ടു ബിസിനസ് അല്ലെങ്കിൽ G2B, ഗവൺമെൻറ് ടു എംപ്ലോയീസ് അല്ലെങ്കിൽ G2E. ഇനി നമുക്ക് ആദ്യത്തെ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഇൻട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 2 ഗവൺമെൻറ് ഏജൻസികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് തമ്മിൽ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഡാറ്റകൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഇൻട്രാക്ഷൻ എന്ന് പറയാം. അതായത് 2 ഗവൺമെൻറ് ഏജൻസികൾ, ഇപ്പോൾ ഒന്നുമില്ല, നമുക്ക് താലൂക്കും അതുപോലെ തന്നെ നമ്മളുടെ ഗവൺമെൻറ് ഓഫീസായിട്ടുള്ള വില്ലേജ് ഓഫീസും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റകൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ജില്ലാ പഞ്ചായത്തും നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്തുകളും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളും തമ്മിൽ ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്യുവറായിട്ടും 2 ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തമ്മിൽ ഡാറ്റകൾ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഇൻട്രാക്ട്. ഇനി അടുത്തത് ഗവൺമെൻറ് ടു സിറ്റിസൺസ് ഇൻട്രാക്ഷൻ ആണ്. അതായത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മളെപ്പോലെയുള്ള പബ്ലിക്കും, അതായത് സിറ്റിസൺസ് നമ്മളെപ്പോലെയുള്ള പബ്ലിക്കും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. നമുക്കറിയാം ഗവൺമെൻറ്റുകളിൽ നിന്നുള്ള എല്ലാ സർവീസുകളും ഇപ്പോൾ വെബ്സൈറ്റുകൾ വഴിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മളെപ്പോലെയുള്ള ലോക്കൽ പീപ്പിൾസ് അല്ലെങ്കിൽ പബ്ലിക് സർവീസസ് ഒക്കെ ആക്സസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗവൺമെൻറ് ടു സിറ്റിസൺസ് എന്ന് പറയാം. ഇനി അടുത്തത് ഗവൺമെൻറ് ടു ബിസിനസ് ഇൻട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ G2B ഇൻട്രാക്ഷൻ ആണ്. ഇവിടെ ബിസിനസ് കമ്മ്യൂണിറ്റി, അതായത് ഗവൺമെൻറ്റും ബിസിനസ്സും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. അതായത് ബിസിനസ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു ബിസിനസ്സൊക്കെ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് നൂലാമാലകളാണ് അല്ലേ. അതായത് കുറേ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചില ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വരികയാണ്, അതൊക്കെ അവിടെ ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കുകയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഫയൽ മൂവ് ചെയ്യാത്തൊരവസ്ഥ എന്നൊക്കെ പറയില്ല, റെഡ് ടാപ്പിസം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ് സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സർട്ടിഫിക്കറ്റും ഒരുപാട് പെർമിഷൻസൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് മേഖലകളിൽ നിന്ന് വേണം. അതുപോലെ തന്നെ ഓൾറെഡി ഉള്ളൊരു ബിസിനസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നമുക്കത് റിന്യൂ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ബിസിനസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള സർവീസുകൾ നമ്മൾ ആക്സസ് ചെയ്യേണ്ടി വരും, ഗവൺമെൻറ്റിൽ നിന്നുള്ള പെർമിഷൻസ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഗവൺമെൻറ്റും ഇതുപോലെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ വരുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗവൺമെൻറ് ടു ബിസിനസ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗവൺമെൻറ് ടു എംപ്ലോയീസ് ആണ്, അല്ലെങ്കിൽ G2E ആണ്. നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു എംപ്ലോയറായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഗവൺമെൻറ്റിന് കീഴിൽ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ എംപ്ലോയീസുമായിട്ട് നിരന്തരം ഈ ഗവൺമെൻറ് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സാലറി ഡീറ്റെയിൽസും അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും സർവീസ് കാര്യങ്ങളും അതെല്ലാം ഇങ്ങനെ ഈ ഗവർണൻസ് സൈറ്റുകൾ വഴിയാണ്
എങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ഗവൺമെൻറ്റും ഗവൺമെൻറ് എംപ്ലോയീസും തമ്മിലുള്ള ഈ ഒരു ഇൻട്രാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് G2E എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇ ഗവർണൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇ ഗവർണൻസ് എന്ന് പറയുന്നത് വലിയൊരു പ്രൊജക്റ്റാണ്. അതിൽ പ്രധാനമായിട്ടും 3 ഇലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ അല്ലെങ്കിൽ SDC എന്ന് പറയും. 2 കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ KSWAN എന്ന് പറയും. 3 കോമൺ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ CSC എന്ന് പറയും. അടുത്തത് നമുക്ക് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ അല്ലെങ്കിൽ SDC എന്താണെന്ന് നോക്കാം. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡാറ്റകളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഡാറ്റാ സെർവറാണ് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ഡാറ്റാ സെൻറ്ററിലാണ് എല്ലാ ഗവൺമെൻറ് ഏജൻസികളുടെയും മെയിൻ ആയിട്ടുള്ള ഡാറ്റകൾ സ്റ്റോർ ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് നാഷണൽ ഇ ഗവർണൻസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പറേഷണൽ കോസ്റ്റുകളൊക്കെ നമുക്കവിടെ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ഏജൻസികൾ തമ്മിൽ ഡാറ്റകൾ വളരെ സുതാര്യമായിട്ട് കൈകാര്യം ചെയ്യാനെല്ലാം പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റകളും സർവീസുകളൊക്കെ നമ്മളെപ്പോലുള്ള ആളുകളിലേക്കും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഏജൻസികൾക്കും ഗവൺമെൻറ് ഏജൻസികൾക്കും നമ്മളെപ്പോലുള്ള സിറ്റിസൺസിനും ബിസിനസ്മെൻസിനൊക്കെ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിഫറെൻ്റ് ഗവൺമെൻറ് ഏജൻസികളിൽ നിന്നുള്ള എല്ലാ ഡേറ്റകളും ആദ്യം നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു സെർവറിൽ സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് നമ്മുടെ സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ KSWAN ആണ്, അതായത് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. അതായത് ഇത് ഏറ്റവും വലിയ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ്. അതായത് നമുക്കിപ്പോൾ ഈ SDCയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിൽ ഡാറ്റകൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഡിഫറെൻ്റ് ഏജൻസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റകൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിഫറെൻ്റ് ഏജൻസികൾ തമ്മിൽ കണക്ട് ചെയ്യണ്ടേ, ആ സെർവറുമായിട്ട് SDC ആയിട്ട് കണക്ട് ചെയ്യണമല്ലോ. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക് ബോൺ നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ KSWAN ആണ് നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഈ ഒരു SDC അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബാക്ക് ബോൺ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഈ KSWAN എന്ന് പറയുന്നത് നമ്മളെ കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ എന്തുണ്ട്, അതിൻ്റെ ഓരോ ഹബ്ബുകളുണ്ട്, ഈ നെറ്റ്വർക്കിൻ്റെ ഹബ്ബുകളുണ്ട്. ഈ ഓരോ ഹബ്ബുകളായിട്ടും 14 ജില്ലകളായിട്ടും അതുപോലെ തന്നെ അതിലുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്, ഓരോ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ SDC പഠിച്ചു, ഡാറ്റകളുടെ എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ലൊക്കേഷൻ പഠിച്ചു. ആ ഡാറ്റകൾ ഡിഫറെൻ്റ് ഏജൻസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം പഠിച്ചു. KSWAN എന്ന് പറയുന്നത് ആ KSWAN കൊച്ചിയും തിരുവനന്തപുരത്തും കോഴിക്കോടും ഹബ്ബുകളുണ്ട്. ആ ഓരോ ഹബ്ബുകളും മറ്റുള്ള 14 ജില്ലകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 14 ജില്ലകളിലുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തുകളുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് കോമൺ സർവീസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ CSCs ആണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളെപ്പോലെയുള്ള ഏറ്റവും താഴേക്കടയിൽ അല്ലെങ്കിൽ നോർമൽ സിറ്റിസൺസിന്, റൂറൽ ഏരിയകളിലൊക്കെ ഉള്ള സിറ്റിസൺസിനൊക്കെ ഇത്തരം ഗവൺമെൻറ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സർവീസ് സെൻറ്ററുകളാണ് കോമൺ സർവീസ് സെൻറ്ററുകൾ എന്ന് പറയുന്നത്. ഇനി കോമൺ സർവീസ് സെൻറ്ററുകൾ വഴി നമുക്ക് കിട്ടുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്തരം കിട്ടുന്ന സർവീസുകളാണ് നമ്മൾ അഗ്രികൾച്ചർ സർവീസുകൾ, അതായത് കാർഷിക സംബന്ധമായിട്ടുള്ള കൃഷി സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സർവീസുകൾ കിട്ടുന്നുണ്ട്, ഹെൽത്ത് സർവീസുകൾ കിട്ടുന്നുണ്ട്, റൂറൽ ബാങ്കിങ് അല്ലെങ്കിൽ ഇൻഷുറൻസ് സർവീസുകൾ കിട്ടുന്നുണ്ട്, എൻ്റർടൈൻമെൻറ്റ് സർവീസുകൾ കിട്ടുന്നുണ്ട്, കൊമേഴ്ഷ്യൽ സർവീസുകൾ കിട്ടുന്നുണ്ട്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ എന്തൊരാവശ്യത്തിനും ഇന്ന് കോമൺ സർവീസുകൾ, അക്ഷയ പോലെയുള്ള കോമൺ സർവീസ് സെൻറ്ററുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതായത് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള സർവീസ് സെൻറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ്, ഒരു കോമൺ സർവീസ് സെൻറ്ററാണ് അക്ഷയ എന്ന് പറയുന്നത്. ഈ അക്ഷയ നമുക്കറിയാം 2002 മലപ്പുറത്താണ് അക്ഷയ
ആദ്യമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത്. ആദ്യകാലത്ത് ഇ ലിറ്ററസി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റുമായിട്ടാണ് വന്നത്. ഇ ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെയുള്ള റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് കമ്പ്യൂട്ടർ ലിറ്ററസി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സെൻ്ററായിട്ടാണ് ആദ്യം അക്ഷയ സെൻറ്റേഴ്സ് വന്നിട്ടുള്ളത്. പിന്നീട് അതിനുശേഷം ഈ ഗ്രാൻഡ്, ഈ ഫയലിംഗ്, അതുപോലെ തന്നെ ഈ ഡിസ്ട്രിക്റ്റ്, അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പം നമുക്കറിയാം. ആധാർ അനുബന്ധ സേവനങ്ങളാണെങ്കിലും ബാങ്കിങ് സേവനങ്ങളാണെങ്കിലും റേഷൻ കാർഡ് സംബന്ധ സേവനങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാതും നമ്മൾ അക്ഷയ സെൻറ്ററുകൾ തന്നെയാണ് നമ്മൾ ആശ്രയിക്കാറ്. ഇനി നമുക്ക് ഈ ഗവർണൻസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ബെനിഫിറ്റാണ് ലീഡ്സ് ടു ഓട്ടോമേഷൻ ഓഫ് ഗവൺമെൻറ് സർവീസസ് എന്ന് പറയുന്നത്. അതായത് സർക്കാരിൻ്റെ സേവനങ്ങളൊക്കെ പൊതുജനങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ സ്ട്രെങ്തൻ ദ ഡെമോക്രസി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ സിറ്റിസൺസിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അതായത് എല്ലാ തലങ്ങളിലും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, അത് ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ ബെനിഫിറ്റാണ് മോർ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇതിൽ വളരെ സുതാര്യമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഈ ഗവർണൻസ് എല്ലാം ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇത് പൊതുജനങ്ങളും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഏത് സമയവും ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ അഴിമതികളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നാലാമത്തെ നേട്ടമാണ് നമ്മുടെ മേക്ക് എവറി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിൾ. അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളും എല്ലാ ഉദ്യോഗസ്ഥന്മാരും വളരെ ഉത്തരവാദിത്തമുള്ളവരാകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഇങ്ങനെ ഈ ഗവർണൻസ് പ്രൊജക്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഈ ഗവർണൻസ് സൈറ്റുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സൈറ്റുകളൊക്കെ വഴിയാവുക കാരണം അവർ എന്തെങ്കിലും പണി ചെയ്യാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് അനാവശ്യമായിട്ട് ഒരു ഫയൽ തടഞ്ഞു വയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ മുകളിൽ പ്രഷർ ഉണ്ടാകും. കാരണം അതിൻ്റെ മുകളിലുള്ള ആളുകൾ ഇവരുടെ ഓരോ വർക്കുകളും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സേവ് അൺനെസസറി വിസിറ്റാണ്. അതായത് അൺനെസസറി വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫീസുകളിൽ വെറുതെ നമ്മൾ ഇങ്ങനെ കയറി ഇറങ്ങേണ്ട സമയവും പണമൊക്കെ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചലഞ്ചസ് ടു ഇ ഗവർണൻസ് ആണ്. ഇ ഗവർണൻസ് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. അതിലൊന്നാമത്തെയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് നമുക്ക് കുറച്ച് താഴ്ന്ന ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവില്ലേ, അതായത് വിദ്യാഭ്യാസം കുറച്ച് കുറവുള്ള ആളുകളുണ്ടാവില്ലേ, അവർക്ക് വളരെ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ നേരിടും. അതായത് കോമൺ സർവീസ് സെൻറ്ററുകളിൽ ഒന്നും അധികം ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളൊക്കെ വെച്ചിട്ട് നമുക്ക് സ്വയം ചെയ്യാമല്ലോ എല്ലാ വർക്കുകളൊക്കെ. അപ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ എഴുതാനും വായിക്കാനൊന്നും അറിയാത്ത ആളുകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ. ഇനി രണ്ടാമത്തെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് വഴിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സൈബർ അറ്റാക്കുകൾ ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനുള്ള സെക്യൂരിറ്റി നമുക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് വലിയൊരു നിക്ഷേപം ആവശ്യമാണ്. ഇപ്പോൾ ഈ ഗവർണൻസ് പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററുകളൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ, അതുപോലെ സ്കാൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കൂടുതൽ നമുക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ബയോമെട്രിക് ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവില്ലേ, അതായത് ഐറിസും അതുപോലെ ഫിംഗർ പ്രിൻറ്റ് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ ഒരു കോമൺ സർവീസ് സെൻറ്റർ പോയിട്ട് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് അത് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ചെറിയൊരു പേടി ഉണ്ടാവും. അവരത് മിക്കവാറും ആളുകൾ തയ്യാറാവില്ല. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിന് തയ്യാറാവണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള സർവീസുകളും നോർമൽ സിറ്റിസൺസിന് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റാണ് ഈ ഗവർണൻസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നിന്ന് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റഗ്രിറ്റി നമുക്ക് ഈ പ്രൊജക്റ്റ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ഇനി നമുക്ക് ഇത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഗവർണൻസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്നാണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്.
www.dhsckerala.gov.in. നിങ്ങൾക്കറിയാം നമ്മുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. നമ്മളെ ടീച്ചേഴ്സിനും സ്കൂളുകൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പൽസിനും അതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിനൊക്കെ ഡിഫറെൻറ്റ് സർവീസുകളും ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റുകളാണ്. അടുത്തത് www.edistrict.kerala.gov.in ആണ്. അതായത് ഗവൺമെൻറ് സർവീസുകൾ പബ്ലിക്കിന് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി നമ്മുടെ റവന്യൂ സർവീസുകൾ വില്ലേജുകളിൽ നിന്നും താലൂക്കുകളിൽ നിന്നും കളക്ട്രേറ്റുകളിൽ നിന്നുള്ളൊക്കെ സർട്ടിഫിക്കറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള മെയിൻ പ്രൊജക്റ്റാണ് നമ്മളുടെ ഈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇൻകം ടാക്സ് ഇന്ത്യയുണ്ട്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ, അങ്ങനെ ഒരുപാട് സർവീസുകൾ ഉള്ള വെബ്സൈറ്റുകളാണ് നമുക്കിവിടെ നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പാർക്ക് സൈറ്റുകളാണ്. അതായത് ഗവൺമെൻറ്റുകളിൽ നിന്നുള്ള എംപ്ലോയീസ് ഉണ്ടാവില്ലേ, ഗവൺമെൻറ് എംപ്ലോയീസിന് സാലറിയൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പേറോളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സൈറ്റുകളാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡിഫറെൻറ്റ് ഈ ഗവൺമെൻറ് വെബ്സൈറ്റുകൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഒന്നാമത്തെ ഭാഗം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗമായിട്ട് വീണ്ടും കാണാം.